നമ്മുടെ KPCCയുടെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ആദരണീയനായ K. സുധാകരൻ, പകരം വെക്കാനില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനഭാജനമായ നേതാവാണല്ലോ. അദ്ദേഹം ചികിത്സ തേടാൻ പോകുന്നത് മോൻസൺ മാവുങ്കലിന്റെ അടുക്കൽ. UPA ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് അസുഖം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂജാപ്രസാദം കൊണ്ടെത്തിക്കുന്നത് അമ്പലക്കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതിൽ തന്നെ ഈ കാര്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ തന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ ലക്ഷണമൊത്ത തസ്കര സംഘമായി കോൺഗ്രസും UDF-ഉം മാറിയെന്ന് നിഷ്കളങ്ക ബുദ്ധിയോടുകൂടെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? കേരളത്തിലെ കോൺഗ്രസിന്റെ ചെറിയ ആളല്ല, ഇപ്പൊ മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ചർച്ചയിൽ വന്നിരിക്കുന്ന സ്പോക്സ് പേഴ്സൺമാരോ ആരൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം, അത് അവരുടെ നിലവാരത്തിൽ എന്ന് വെച്ചിട്ട്. ഇത് വന്നിരിക്കുന്നത് ആരാണ്? UPA ചെയർപേഴ്സൺ മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവ് വരെ, മോൻസൺ മാവുങ്കൽ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുള്ള ആളുകളെയാണ് ആശ്രയിക്കുന്നത്. മെഡിക്കൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, ആരോഗ്യ സംബന്ധമായ അസുഖം വരുമ്പോൾ ഈ ലക്ഷണമൊത്ത വഞ്ചക സംഘത്തിന്റെ നേതാക്കന്മാരെയാണ് ഇന്ത്യയിലെ മുതൽ കേരളത്തിലെ വരെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ആളുകൾ, ടോപ്പ് ബ്രാസിൽ നിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്നത്. എന്നിട്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം അന്വേഷണം ആവിയാകാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അന്വേഷണം ആവിയാകാൻ പോകുന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു CPM പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായ അഭിപ്രായം, ഈ അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിച്ചുകൊണ്ട് എല്ലാ 2 ആഴ്ചയും ഈ അന്വേഷണ സംഘത്തിന്റെ ഓഡിറ്റിംഗ് നടത്താറുള്ള ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്, 2 അംഗ ഹൈക്കോടതി ബെഞ്ചാണ്.